സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയം ദശകം 3 ശ്ലോകം 3-4. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ പിന്നെ അസാധ്യമായത് എന്താണ് ഉള്ളത് എന്ന് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. കൃപാതേ ജാതാചേൽ കിമിഹ നഹി ലഭ്യം തനുഭൃതാം മദീയക്ലേശൗഹ പ്രശമനദശാ നാമ കിയതി നഗേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ ഭവൽ ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതേ. ഗുരുവായൂരപ്പ, അവിടുത്തെ കാരുണ്യം ഉണ്ടെങ്കിൽ, അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ജീവന്മാർക്ക്, ജീവികൾക്ക് എന്ത് കാര്യം ആണ് അസാധ്യമായിട്ടുള്ളത്? എന്നുവെച്ചാൽ അവിടുത്തെ സങ്കല്പം ഉണ്ടെങ്കിൽ, അവിടുത്തെ കാരുണ്യം ഉണ്ടെങ്കിൽ, അവിടുത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക്, ജീവന്മാർക്ക് യാതൊന്നും ഈ ലോകത്തിൽ അസാധ്യമായിട്ടുള്ളത് ഒന്നും ഉണ്ടാവില്ല. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മദീയക്ലേശൗഹ പ്രശമനദശ നാമകിയതി. ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള കാരുണ്യമൂർത്തിയായ അവിടത്തേക്ക് എൻ്റെ ക്ലേശങ്ങൾ തീർത്ത് അനുഗ്രഹിക്കുക എന്നുള്ളത് വളരെ നിസ്സാരം ആണെന്ന് എനിക്കറിയാം. പിന്നെ ഈ ലോകത്തിൽ അവിടുത്തെ ആ നാമങ്ങൾ കീർത്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ട്, ആ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട്, വപുസ്സിനെ ധ്യാനിച്ചുകൊണ്ട്, മഹത്വം, കഥകൾ, ഗുണങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര 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 ഭക്തന്മാരാണ് എല്ലാ സമയത്തെങ്കിലും യാതൊരു ക്ലേശങ്ങളും ദുഃഖങ്ങളും കൂടാതെ, ഒരു തടസ്സവും കൂടാതെ ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ചുകൊണ്ട് തന്നെ എന്ന് പറയട്ടെ. എന്ന് മാത്രമല്ല, വേറെ ഒന്നിലും താല്പര്യമില്ലാണ്ട് തൻ്റെ ചുറ്റും കാണുന്ന ഈ പ്രപഞ്ച വസ്തുക്കളിലോ ഭൗതിക വസ്തുക്കളിലോ അതിലൊന്നിലും താല്പര്യം ഇല്ലാണ്ട് അവിടുത്തെ ആ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മാത്രം ആനന്ദത്തോടെ സ്വൈരസഞ്ചാരം ചെയ്യുന്ന എത്ര എത്ര ഭക്തന്മാരുണ്ട് ഗുരുവായൂരപ്പ. എന്നിട്ട് മേൽപ്പത്തൂര് അതിലൊരു വ്യംഗ്യം വേറെ പറയാണ്, തനിക്ക് അങ്ങനെ സ്വൈരസഞ്ചാരം ചെയ്യാൻ സാധിക്കണില്ലല്ലോ എന്ന് ഗുരുവായൂരപ്പനോട് തുറന്ന് പറയണില്ലെങ്കിലും അതിലൊരു വ്യംഗ്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതും ഇവിടെയും ഒരു അവലാതിയാണ് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറയണത്. എത്രയെത്ര ഭാഗ്യശാലികൾ അവിടുത്തെ നാമങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ടും പാടിക്കൊണ്ടും കഥകളും ഗുണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വൈരസഞ്ചാരം നടത്തണമല്ല, യാതൊരു തടസ്സവും ഇല്ലാണ്ട്. അതേപോലെ ഗുരുവായൂരപ്പ അടിയനും അവിടുത്തെ നാമങ്ങൾ ജപിച്ചുകൊണ്ടും ഗുണങ്ങൾ കഥകളും പറഞ്ഞുകൊണ്ടും നാമങ്ങളെ കീർത്തിച്ചുകൊണ്ടും നടക്കാൻ സാധിക്കണില്ലല്ലോ അടിയൻ്റെ ഈ രോഗമാകുന്ന ഈ ക്ലേശം കൊണ്ട് എന്ന് ഗുരുവായൂരപ്പനോടൊരു ആവലാതി വീണ്ടും പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ ഇതേപോലെ അവിടുത്തെ ആ നാമങ്ങളെ കീർത്തിച്ചുകൊണ്ടും കഥകൾ പറഞ്ഞുകൊണ്ടുമൊക്കെ സ്വൈരസഞ്ചാരം ചെയ്യുന്ന എത്ര എത്ര മുനീശ്വരന്മാരുണ്ട് എന്നിങ്ങനെ ആ നാരദാദി മുനീശ്വരന്മാരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മകതയോ ഭവൽ പാദാംഭോജസ്മരണ വിരുജോ നാരദമുഖാ ചരന്തീശസ്വൈരം സതതപരിനിർഭാതപരജിൽ സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം. ജഗന്നാഥ ഗുരുവായൂരപ്പ, അവിടുത്തെ ആ പാതാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് ശ്രീനാരദൻ മുതലായ മഹർഷിമാർ യാതൊരു തടസ്സവും കൂടാണ്ട് ക്ലേശങ്ങളും കൂടാണ്ട് ലോകത്തിലെങ്ങനെ ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട്
സഞ്ചരിക്കണം. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആ നാരദാദി ഋഷീശ്വരന്മാർ എപ്പോഴും നിരന്തരം അവിടുത്തെ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ കഥകൾ പാടിക്കൊണ്ട്, എന്തിനു വേണ്ടിയിട്ടാണത്? അവരവർക്ക് വേണ്ടിയിട്ടല്ല, ലോകത്തിന് വേണ്ടിയിട്ടാണ്, ലോകസംഗ്രഹത്തിന് വേണ്ടി, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നാരദാദി മഹർഷിമാർ അവിടുത്തെ കഥകൾ പാടിക്കൊണ്ടും ഗുണങ്ങളെ കീർത്തിച്ചുകൊണ്ടുമൊക്കെ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത്. അതേപോലെ അടിയനും സഞ്ചരിക്കാൻ സാധിക്കില്ലേ? അവിടുന്ന് അനുഗ്രഹിക്കില്ലേ ഗുരുവായൂരപ്പ എന്നിങ്ങനെ ഗുരുവായൂരപ്പനോട് വീണ്ടും ഒരു അവലാതി രൂപത്തിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. വേദവ്യാസ മഹർഷി 17 പുരാണങ്ങൾ നിർമ്മിച്ചു. ഒന്നായി കിടന്ന വേദത്തെ 4ആയി വിഭജിച്ച് പ്രശിഷ്യന്മാരിൽ കൂടി ലോകത്തിന് പകർന്നു കൊടുത്തു. ലോകസംഗ്രഹത്തിനായിട്ട്, ലോകത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, നന്മയ്ക്കായിട്ട്, ലോക നന്മയ്ക്കായിട്ട്. എന്നിട്ടോ അതും പോരാ, പഞ്ചമവേദം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഭാരതം നിർമ്മിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും, സൽക്കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടും വേദവ്യാസ മഹർഷിക്ക് മനസ്സിനൊരു സ്വസ്ഥത കിട്ടണില്ല, ഒരു ശാന്തിയില്ല, ഒരു തൃപ്തി പോരാ എന്നൊരു തോന്നൽ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ആ സരസ്വതി നദീ തീരത്തുള്ള ആശ്രമത്തിൽ ഇരിക്കുമ്പോഴാണ് സാക്ഷാൽ ശ്രീനാരദ മഹർഷി വേദവ്യാസമുനിയുടെ ആശ്രമത്തിലേക്ക് വരുന്നത്. എന്തെന്നില്ലാത്ത സന്തോഷമായി വേദവ്യാസമുനിക്ക് വേഗം യഥോചിതം സ്വീകരിച്ചിരുത്തി നാരദ മഹർഷിയെ. എന്നിട്ട് ആ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരമാണല്ലോ അവിടുത്തെ ആ ഭക്തിരസം നിറഞ്ഞു തുളുമ്പുന്ന, അവതാര ലീലകൾ നിറഞ്ഞു തുളുമ്പുന്ന ശ്രീമദ് ഭാഗവതം വേദവ്യാസൻ രചിച്ചത് അല്ലേ. അവിടെ നാരദ മഹർഷി എടുത്ത് പറയുന്നുണ്ട് വേദവ്യാസനോട്, അന്തർബഹിശ്ച ലോകാം സ്ത്രീൻ പരേമ്യസ്കന്ദിതം വ്രത അനുഗ്രഹാമൻ മഹാവിഷ്ണോ വിഘാതഗതിക്കുജിൽ. എന്താ ആ ഭഗവാന്റെ, വൈകുണ്ഠനാഥനായ ഭഗവാന്റെ, മഹാവിഷ്ണുവിൻ്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഞാനിതാ ഈ 3 ലോകത്തിൽ എന്ന് മാത്രമല്ല അകത്തും പുറത്തും എവിടെയും ഒരു തടസ്സവും കൂടാണ്ട്, ഒരു വ്രതഭംഗവും കൂടാണ്ട് അങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കണു എന്നിങ്ങനെ നാരദ മഹർഷി വേദവ്യാസനോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കും എന്ന ബ്രാഹ്മണശാപം കിട്ടിയ പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശം ചെയ്യാനായിട്ട് ഗംഗാതീരത്തിരിക്കുമ്പോൾ അവിടെ അനവധി രാജാക്കന്മാരും ഗന്ധർവന്മാർ എല്ലാവരും എത്തിച്ചേർന്നിട്ട്, അപ്സരസ്സുകളെല്ലാവരും ഋഷീശ്വരന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവിടെ അങ്ങനെ പ്രായോപവേശം ചെയ്യാനായിട്ട് ഇരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിൻ്റെ അരികിലേക്ക് ഇതാ വ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി അവിടേക്ക് എഴുന്നള്ളണു. തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാഗാമടമാനോപേക്ഷ അലക്ഷ്യലിംഗോ നിജലങ്കാഭതുഷ്ടോ വൃതസ്ത്രീ ബാലൈരവധൂതവേഷ. അവധൂതനായിട്ട് എതിർച്ഛയാ എന്നാ പറയണേ. എതിർച്ഛയാൽ അങ്ങനെയാണ് ഋഷീശ്വരന്മാർ നല്ല കാര്യം നടക്കാൻ അവിടെ യാദൃച്ഛികമായിട്ടാണ് അവിടെ എത്തിച്ചേരുക. അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ശ്രീനാരദ മഹർഷിയും ശ്രീശോബ്രഹ്മർഷി മുതലായിട്ടുള്ള ഋഷീശ്വരന്മാർ ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് യാതൊരു ക്ലേശങ്ങളും കൂടാതെ, തടസ്സങ്ങളും കൂടാതെ അവിടുത്തെ നാമങ്ങളെ കീർത്തിച്ചുകൊണ്ടും കഥകളെയും ഗുണങ്ങളെയും പറഞ്ഞുകൊണ്ടും ഇതാ സ്വൈര വിഹാരം നടത്തണം. യാതൊരു ക്ലേശങ്ങളോ തടസ്സങ്ങളോ കൂടാതെ ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് സഞ്ചരിക്കണോ ഗുരുവായൂരപ്പ. അടിയൻ്റെയും ഈ രോഗം മാറ്റിത്തന്ന്, ക്ലേശങ്ങളൊക്കെ മാറ്റിത്തന്ന്, അടിയനും അതുപോലെ അവിടുത്തെ ആ കഥകൾ പാടാനും നാമങ്ങൾ കീർത്തിക്കാനൊക്കെയുള്ള ആ ആയുരാരോഗ്യ സൗഖ്യം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഇനിതാ അടുത്ത ശ്ലോകങ്ങളിലും ഈ മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. ആ നാരദാദികളെ അനുഗ്രഹിച്ച പോലെ അടിയനെയും അനുഗ്രഹിക്കണേ എന്നുള്ള മേൽപ്പത്തൂരിൻ്റെ ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലും. അത് നമുക്ക് നാളെ സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.